ഇന്നലെ സാധനം വാങ്ങിക്കാൻ കടയിൽ പോയപ്പോഴാണ് പെട്ടെന്ന് ഇതെന്റെ കണ്ണിലുടക്കിയത്. നമ്മുടെ നാട്ടിലെ ചക്കക്കുരു ഇല്ലേ, നാട്ടിലാണെങ്കിൽ വെറുതെ കിട്ടുന്ന സാധനമാണ്. ഇവിടെയാണെങ്കിൽ 250 ഗ്രാമിന് 100 രൂപ, അതായത് 1 കിലോയ്ക്ക് 400 രൂപ. വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന സാധനം ദാ ഇപ്പം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. എനിക്കാണെങ്കിൽ ചക്കക്കുരു മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോറിന് ചക്കക്കുരു മാങ്ങയും മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതിന്റെ തൊലി കളയാനായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് വരാം. എന്നിട്ട് നല്ലൊരു അടിപൊളി ചക്കക്കുരു മാങ്ങയും കൂട്ടാൻ അങ്ങ് വെക്കാം. ഇപ്പൊ നമ്മുടെ ചക്കക്കുരു എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടി 3 പച്ചമുളക് നെടുവേ കീറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതും, പിന്നെ ഒരു 2 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകമാണേ, അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ദാ ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു പരുവത്തിൽ വേണം ഇതിരിക്കാനായിട്ട്. ദാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു ഇവിടെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അരമുറി മാങ്ങയുടെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് അരമുറി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ദാ ഇപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചേർത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. ഒരുപാട് നേരം തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് തേങ്ങയെല്ലാം പിരിഞ്ഞു പോകും. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള വെള്ളം ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒത്തിരി നേരം അങ്ങ് തിളയ്ക്കാൻ വെക്കരുത്, ഒന്ന് ചൂടായാൽ മതി. ഈ കറി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കടുകൊന്ന് താളിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും 3-4 വറ്റൽമുളകും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.